നമ്മൾ നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. വലിയ ഒരു വീട്, ആ വീടിനേക്കാൾ എത്രയോ ചെറുതാണ് വാതിൽ. ആ വാതിലിനേക്കാൾ എത്രയോ ചെറുതാണ് പൂട്ട്. പൂട്ടിന് മറ്റൊരു പേര് പറയും താഴെന്ന് പറയും, പൂട്ട്. അതുപോലെ തന്നെ ആ പൂട്ടിനേക്കാൾ എത്രയോ ചെറുതാണ് താക്കോൽ. പക്ഷേ ഈ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? പൂട്ട് തുറക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ താഴെ തുറക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ പൂട്ട് തുറക്കുമ്പോൾ എന്ത് ചെയ്യും? ആ വാതിൽ തുറക്കും. അതുപോലെ എന്ത് ചെയ്യും? ആ വീട് മുഴുവൻ തുറക്കുവാൻ, ഈ വീട് എത്ര തന്നെ വലുതായാലും ആ വീട് മുഴുവൻ തുറക്കുവാൻ ആ താക്കോല് കൊണ്ട് കഴിയുന്നു. ശരിയാണോ? 100% ശരിയാണ്. ആ ഒരു താക്കോൽ കൊണ്ട് വീട് മുഴുവൻ തുറക്കാൻ കഴിയുന്നു. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചെറിയ നല്ല ചിന്തകൾക്ക് പോലും ആ ജീവിതത്തിൽ എന്ത് കഴിയും? ആ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുമെന്നാണ് കേട്ടോ. ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ നല്ല മാറ്റങ്ങൾ വരുത്തുവാൻ ആർക്ക് എന്തിനു കഴിയും? ആ ജീവിതത്തിലെ നമ്മളുടെ ചെറിയ നല്ല ചിന്തകൾക്ക് പോലും കഴിയും. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അപ്പം നമ്മൾ ചിന്താഗതികൾ അല്പം ഒന്ന് മാറ്റിപ്പിടിച്ചാൽ ജീവിതത്തിൽ എന്തുണ്ടാകും? ഒരുപാട് പുരോഗതി ഉണ്ടാകും, ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇത്രയും വലിയൊരു ഭവനം തുറക്കുവാൻ എന്ത് മതി? ആ ചെറിയൊരു താക്കോൽ മതി. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ ഏത് താഴ് നിർമ്മിക്കുമ്പോഴും, ഏത് താഴും അല്ലെങ്കിൽ ഏത് പൂട്ടുകൾ തുറക്കുന്നതിനും എന്തുണ്ടായിരിക്കും? ഒരു താക്കോൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് താക്കോലില്ലാതെ എന്തില്ല? ഒരു പൂട്ടും നിർമ്മിക്കപ്പെടുന്നില്ലെന്നാണ്. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും എന്തുണ്ടായിരിക്കും? എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാര മാർഗം ഉണ്ടായിരിക്കും. ആ പരിഹാരം നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് പരിഹാരം തേടുക കേട്ടോ. അതാണ് ചെയ്യേണ്ട ഒരു കാര്യം. പലരും ജീവിതത്തിൽ അകപ്പെട്ടു പോകുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ അവർക്ക് കഴിയുന്നില്ല കേട്ടോ. അതുവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും. അപ്പം അങ്ങനെയല്ല, ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുക കേട്ടോ. ഏത് പ്രശ്നങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? ഒരു സൊല്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പ്രശ്നങ്ങൾക്ക് അതുകൊണ്ട് പരിഹാരം കാണുക. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? അതുപോലെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തളരാതെ നമ്മൾ എന്ത് ചെയ്യുക? ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ക്ഷമയോടെ കാത്തിരിക്കുക. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് കഴിയുള്ളൂ. ക്ഷമയോടെ ഒരു കാത്തിരിപ്പ് ജീവിതത്തിന് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ. 100 പരാജയങ്ങൾക്കൊടുവിലായിരിക്കും ചിലപ്പോൾ ജീവിതത്തിൽ ഒരു നല്ല വിജയം ഉണ്ടാകുന്നത് കേട്ടോ. ചിലപ്പോൾ ജീവിതത്തിൻ്റെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ പരാജയങ്ങളുടെ ഒരു പെരുമഴയായിരിക്കും. ഏത് മേഖലയിലും പരാജയം. പിന്നീട് എന്ത് ചെയ്യും? ആ വിജയം കടാക്ഷിക്കാം. 100 പരാജയങ്ങൾക്കൊടുവിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഒരു നല്ല വിജയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പരാജയങ്ങളിൽ തളർന്നു പോകാതെ എന്ത് ചെയ്യുക? ആ സധൈര്യം ജീവിതത്തിൽ മുന്നേറുക, പരിശ്രമിക്കുക. ആത്മധൈര്യം ചോർന്നു പോകുവാനും പാടില്ല കേട്ടോ. ജീവിതത്തിൽ ആത്മധൈര്യം ചോർന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജീവിതത്തിൽ പിന്നെ എക്സിസ്റ്റൻസ് ഇല്ലാതെ വരും. അതുകൊണ്ട് അങ്ങനെ പാടില്ല. ജീവിതത്തിൽ ആത്മധൈര്യത്തോടെ പ്രവർത്തിക്കുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൻ്റെ വിജയത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ക്ഷമ. ക്ഷമയില്ലെങ്കിൽ ജീവിതമില്ല കേട്ടോ. ക്ഷമയില്ലാത്തവരാണ് പലപ്പോഴും ജീവിതത്തിൽ അകപ്പതിച്ചു പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്ഷമയില്ലാത്ത പല വ്യക്തികളും നല്ല കഴിവുള്ളവരൊക്കെ ആയിരിക്കും, പക്ഷേ അവർക്ക് ജീവിതത്തിൽ ഒരു ക്ഷമയില്ല. അവർ ജീവിതത്തിൽ എങ്ങും എത്താതെ പോകും. അതുകൊണ്ട് അത് പാടില്ല. ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? നല്ല ക്ഷമയുണ്ടായിരിക്കണം. നല്ലത് ചിന്തിക്കാൻ പ്രവർത്തിക്കാനൊക്കെ കഴിഞ്ഞാൽ എന്താണ്? ക്ഷമിക്കഴിഞ്ഞാൽ നീയും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും കേട്ടോ.